ഹലോ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഇന്നത്തെ വീഡിയോ പഴയ മൊബൈൽ കുറേ ദിവസം ഉപയോഗിക്കാമായിരുന്നു, പിന്നെ ഓണായ വരില്ല. അതെങ്ങനെ ഓണാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലാണ്. ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. പുള്ളിയുടെ മൊബൈൽ ഇതുപോലെ കുറേ ദിവസം ഉപയോഗിക്കാതിരുന്ന് ഓണാവാത്ത അവസരത്തിൽ പുള്ളി ഒരു സർവീസ് സെൻ്ററിൽ കൂടെ കൊടുത്തപ്പോൾ 2 ദിവസം ഈ മൊബൈലോടെ ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു അൺനോൺ പേഴ്സണിൽ കൊടുത്തിട്ട് വരാൻ മടിയാണ്. പുള്ളിയുടെ കുറച്ച് ഒഫീഷ്യൽ ഡേറ്റാസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പുള്ളി എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. പുള്ളിക്ക് ഇപ്പം മൊബൈലുമായിട്ടേ പുള്ളി പോകത്തുള്ളൂ. എന്തോ കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എനിവേ, നമുക്കത് എങ്ങനെയാണ് ശരിയാക്കുന്നത് നോക്കാം. ഇത് ശരിയാക്കാനായി ആദ്യം ഇതിൻ്റെ ബാറ്ററി ഊരി എടുക്കുക എന്നുള്ളതാണ്. ബാറ്ററി ഊരി എടുത്തിട്ട് ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നേരം വീഡിയോ ഉറപ്പായി ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായി ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന മെത്തേഡിലൂടെ 80% ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് നമുക്കൊരു മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ മൾട്ടിമീറ്റർ DC 20 വോൾട്ടിലേക്ക് ഇടുക. ശേഷം ബാറ്ററി എടുക്കുക. ബാറ്ററിയിൽ ഒരു 3 പോയിന്റുകൾ ഉണ്ടാവും. എല്ലാ ബാറ്ററിയും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഒരു 3 പോയിന്റുകൾ. അതിൽ സെൻട്രലെ പോയിന്റില്ല, ലെഫ്റ്റും റൈറ്റും പോസിറ്റീവ് നെഗറ്റീവാണ് ബാറ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ പോസിറ്റീവിൽ നമ്മുടെ റെഡ് കളറുള്ള ആ പിന്നും ബ്ലാക്ക് നെഗറ്റീവിലും വെച്ച ശേഷം വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് നോക്കുമ്പോൾ അവിടെ 0 വോൾട്ടാണ് കാണുന്നതെങ്കിൽ ബാറ്ററി ഡെഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ USB കേബിൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ അതിനകത്ത് വയറുകളെല്ലാം നമ്മൾ പുറത്തെടുക്കണം. ഇതിനകത്ത് 4 വയറുകൾ വരും. അതിനകത്ത് നമുക്ക് 2 വയറുകളെ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് റെഡും ബ്ലാക്കുമാണ്. മറ്റേത് രണ്ടും ഡേറ്റ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റെഡ് അറിയാം പോസിറ്റീവാണ്, ബ്ലാക്ക് നെഗറ്റീവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ വോൾട്ടേജ് ഔട്ട് വരുന്നതൊന്നും ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മുടെ മൾട്ടിമീറ്ററിൽ 2 ലൈനുകൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ലൈനിൽ കൊടുത്ത് നോക്കുക. വോൾട്ടേജ് വരുന്നത് നോക്കുക. അപ്പോൾ ഇതിലെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോഴൊക്കെ വോൾട്ടേജ് കാണിക്കുന്നു. സോ നമുക്കത് മാറ്റിയിട്ട് വേറൊരു ലൈന്, വേറൊരു പവർ അഡാപ്റ്റർ എടുത്ത് നമുക്ക് കൊടുത്ത് നോക്കാം. എന്നിട്ട് അനക്കുമ്പോൾ ചെറിയ വോൾട്ടേജ് കാണിക്കും. അപ്പോൾ അതിൽ എവിടെയോ ഒരു ലൂസ് കോൺടാക്റ്റ് ആണ്. അപ്പോൾ കേബിളിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഒരു വേറൊരു അഡാപ്റ്റർ എടുത്ത് വെച്ച് നോക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിലും ബ്ലാക്കിലും കൊടുത്തു കഴിയുമ്പം വോൾട്ടേജ് നോക്കാം. ആണ്ടേ വോൾട്ടേജ് ഉണ്ട്. 5.19 നമുക്കതിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ ബാറ്ററിയിലെ പോസിറ്റീവിൽ ഇതിൻ്റെ റെഡ് ലൈനും ബാറ്ററിയുടെ നെഗറ്റീവിൽ ബ്ലാക്ക് ലൈനും കൊടുക്കുക. ഇത് തമ്മിൽ മാറിപ്പോയാൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളതിൽ ചെയ്ത് നോക്കരുത്. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് ചില റബ്ബർ ബാൻഡ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ചില ബാറ്ററികൾ കുറേ സമയം വെച്ചാലേ അപ്പായി വരുള്ളൂ. ചിലത് ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അപ്പായി വരും. ബാറ്ററിയുടെ കണ്ടീഷൻ പോലെ. ഞാൻ ജസ്റ്റ് എന്തായാലും ഇതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കണക്ട് ചെയ്ത് നോക്കുവാണ്. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒരു മിനിറ്റോളം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇത് എല്ലാ ബാറ്ററിയിലും ഇതുപോലെ 3 ലൈൻ തന്നെയാണ്. അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് 1 മിനിറ്റോളം ഇങ്ങനെ വെക്കുക. വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൾട്ടിമീറ്ററിൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതേ കണക്ക് പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ട് നോക്കാം. അതാ വോൾട്ടേജ് കയറി വരുന്നുണ്ട്. 2.93 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ കേട്ടോ, ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്തപ്പോൾ വരുന്നതാണ്. നമുക്കിനി ഇത് മൊബൈലിൽ ഓൺ ആവുമെന്ന് ഇട്ട് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോൾ സൂക്ഷിക്കണം. ഷോക്കൊക്കെ ഉണ്ടോ നോക്കണം. വരുന്ന ലൈനിലൊക്കെ എന്തെങ്കിലും രീതിയിൽ കറണ്ട് വരുന്നത് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം പാരൻസിൻ്റെ സാന്നിധ്യം മാത്രമേ പിള്ളേർ ചെയ്യാവുള്ളൂ. പിള്ളേർ ചെയ്തില്ലെങ്കിൽ അത്ര നല്ല കാര്യം. പിന്നെ നമുക്കത് ജസ്റ്റ് നമുക്ക് ചാർജിലിട്ട് നോക്കാം മൊബൈൽ ഓൺ ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ആംബിയറുള്ള, ഇപ്പോൾ സാധാരണ നിങ്ങൾ അതിൽ അഡാപ്റ്റർ നോക്കിയാൽ കാണാം 1 ആംബിയർ 2 ആംബിയർ. അപ്പോൾ 2 ആംബിയറിന് മുകളിലുള്ളൊരു അഡാപ്റ്റർ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഒന്ന് ഡൗൺ ആയി കിടന്നിട്ട് അപ്പാക്കുന്ന സമയത്ത് ഉപയോഗിക്കുക. കുറച്ചും കൂടെ നല്ലതായിരിക്കും ബാറ്ററി അപ്പായി വരാനായിട്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കിനി നോക്കാം അതിൽ ഇങ്ങനെ ചാർജ് കയറുന്നുണ്ടോ നോക്കാം. എന്തായാലും അവിടെ വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കയറാനാണ് സാധ്യത കൂടുതൽ. ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫേസ്ബുക്കിൽ അങ്ങനെ ഫോളോ ചെയ്യണം, പേജ് ലൈക്ക് ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ഓണാക്കി വെക്കണം. ഇതിലും മനോഹരമായൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ചാനലിലെ പേര് മറക്കണ്ട, ഹൈബർടാക് ബൈ ബിലഹരി ശിവദാസ്.